സ്കിൽഡ് വർക്കർ വിസയിൽ ജോലി ചെയ്യുന്ന മലയാളി പ്രവാസികളും അവരുടെ തൊഴിലുടമകളും അടിയന്തരമായി അറിഞ്ഞിരിക്കേണ്ട തികച്ചും നിർണായകമായ ഒരു ഇമിഗ്രേഷൻ നിയമ പരിഷ്കരണമാണ് ഇപ്പോൾ UK ഹോം ഓഫീസിൽ നിന്നും പുറത്തുവരുന്നത്. UK ഹോം ഓഫീസ് ഇമിഗ്രേഷൻ ചട്ടങ്ങളിൽ വരുത്തിയ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഉത്തരവനുസരിച്ച് സ്കിൽഡ് വർക്കർ വിസക്കാരുടെ ശമ്പള പരിധിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. അപ്പൻഡിക്സ് സ്കിൽഡ് വർക്കർ നിബന്ധനകളിൽ പാരഗ്രാഫ് SW143B എന്ന പുതിയ ചട്ടം ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ പേ പീരീഡിലും അഥവാ പേറോൾ സൈക്കിളിലും ജീവനക്കാർക്ക് ലഭ്യമാകുന്ന ശമ്പള കൃത്യത ഹോം ഓഫീസ് സൂക്ഷ്മമായി പരിശോധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഒരു സ്കിൽഡ് വർക്കർ വിസ അപേക്ഷകന്റെ അല്ലെങ്കിൽ ജീവനക്കാരന്റെ വാർഷിക ശമ്പള സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പിൽ രേഖപ്പെടുത്തിയ കുറഞ്ഞ ശമ്പള നിരക്കിനോ അല്ലെങ്കിൽ അതാത് തസ്തികകളുടെ ഗോയിങ് റേറ്റിനോ തുല്യമാണോ എന്ന് മാത്രമാണ് പ്രധാനമായും പരിശോധിച്ചിരുന്നത്. ഒരു മാസത്തിൽ ഏതെങ്കിലും കാരണത്താൽ ശമ്പളം കുറയുകയോ തടസ്സപ്പെടുകയോ ചെയ്താലും വർഷാവസാനം മൊത്തം തുക തികയുമ്പോൾ അത് നിർണായകമായ വീഴ്ചയായി കണക്കാക്കാറില്ലായിരുന്നു. എന്നാൽ പുതിയ ചട്ടപ്രകാരം ഈ വാർഷിക ശമ്പള കണക്കുകൂട്ടൽ രീതിയിൽ തികച്ചും മാറ്റം വന്നിരിക്കുന്നു. ഇനി മുതൽ വാർഷിക വരുമാനം മാത്രം തികഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. ഓരോ മാസത്തെയും പേ സ്ലിപ്പുകളും പേറോൾ റെക്കോർഡുകളും ജോലി ചെയ്ത മണിക്കൂറുകളും അടിസ്ഥാനമാക്കി ഓരോ പേ പീരീഡിലും അഥവാ ശമ്പള വിതരണ ഘട്ടത്തിലും നിശ്ചിത മാനദണ്ഡം പാലിക്കുന്നുണ്ടോ എന്ന് ഇമിഗ്രേഷൻ അധികൃതർ പ്രത്യേകം പരിശോധിക്കും. ഒരു നിശ്ചിത മാസത്തിൽ അഥവാ പേ പീരീഡിൽ ജീവനക്കാരന് ലഭിക്കേണ്ട കുറഞ്ഞ ശമ്പളത്തിൽ എന്തെങ്കിലും കുറവുണ്ടായാൽ തുടർന്നുള്ള മാസത്തിൽ കൂടുതൽ തുക നൽകി അത് നികത്താൻ തൊഴിലുടമയ്ക്ക് സാധിക്കില്ല. അതായത് ഓരോ പേ പീരീഡിലെയും കുറവ് സാങ്കേതികമായി വിസ നിബന്ധനകളുടെ ലംഘനമായി ഹോം ഓഫീസ് കണക്കാക്കും. പുതിയ പാരഗ്രാഫ് SW143B അനുസരിച്ച് രണ്ട് പ്രധാന നിബന്ധനകളാണ് ഒരേ സമയം പരിശോധിക്കപ്പെടുന്നത്. ഒന്നാമതായി, ഓരോ പേ പീരീഡിലും അപേക്ഷകൻ ജോലി ചെയ്ത മണിക്കൂറുകൾക്ക് ലഭിച്ച വേതനം ആ തസ്തികയുടെ ഔദ്യോഗിക ഗോയിങ് റേറ്റ് നിരക്കിന് ഒപ്പമോ അതിനു മുകളിലോ ആയിരിക്കണം. രണ്ടാമതായി, ഹോം ഓഫീസ് നിശ്ചയിച്ചിട്ടുള്ള റോളിംഗ് ശരാശരി മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കണം. ജീവനക്കാർക്ക് ശമ്പളം നൽകുന്ന കാലയളവിന് അനുസരിച്ച് വ്യത്യസ്ത ആവറേജിംഗ് വിൻഡോകളാണ് പുതിയ നിയമത്തിൽ നിശ്ചയിച്ചിട്ടുള്ളത്. മാസാമാസം ശമ്പളം വാങ്ങുന്നവർക്ക് റോളിംഗ് 3 മന്ത് അഥവാ 3 മാസത്തെ ശരാശരി കണക്കുകൂട്ടൽ രീതിയാണ് ബാധകമാകുന്നത്. ഏതൊരു 3 മാസത്തെയും ആകെ ശമ്പളം നിങ്ങളുടെ വാർഷിക നിർബന്ധിത ശമ്പളത്തിന്റെ 4/1 കുറയാൻ പാടില്ല. അതുപോലെ ആഴ്ചയിലോ 2 ആഴ്ചയിലോ ശമ്പളം ലഭിക്കുന്ന ജീവനക്കാർക്ക് 12 ആഴ്ചത്തെ ആവറേജിംഗ് റൂൾ ആണ് ബാധകമാകുന്നത്. ഇത്തരക്കാരുടെ ഏതൊരു 12 ആഴ്ചയിലെയും ആകെ ശമ്പളം വാർഷിക ശമ്പളത്തിന്റെ 52/12 ഭാഗത്തിൽ കുറവായിരിക്കരുത്. ഷിഫ്റ്റ് അടിസ്ഥാനത്തിലോ വ്യതിയാനമുള്ള മണിക്കൂറുകളിലോ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് 17 ആഴ്ചത്തെ ആവറേജിംഗ് സമ്പ്രദായമാണ് പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുന്നത്. ഈ പുതിയ ശമ്പള പരിശോധനാ രീതി UKയിലുള്ള മലയാളി ജീവനക്കാരെയും കമ്പനികളെയും എങ്ങനെ ബാധിക്കുമെന്നത് വളരെ ഗൗരവത്തോടെ കാണേണ്ടുന്നതാണ്. NHS മേഖലയിലല്ലാത്ത IT, എഞ്ചിനീയറിംഗ്, ബിസിനസ് മാനേജ്മെന്റ്, ഫിനാൻസ്, പ്രൈവറ്റ് കെയർ ഹോമുകൾ എന്നിവയിൽ ജോലി ചെയ്യുന്ന മലയാളി ജീവനക്കാർ തങ്ങളുടെ മാസാന്ത്യ പേ സ്ലിപ്പുകൾ കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തണം. ശമ്പളത്തിൽ നിന്ന് പെൻഷൻ, താമസ ചെലവുകൾ, ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ അനാവശ്യ ഡിഡക്ഷനുകൾ വരുത്തുന്നത് കാരണം നിങ്ങളുടെ ഗ്രോസ് സാലറി നിശ്ചിത പേ പീരീഡ് ലിമിറ്റിനേക്കാൾ താഴെ പോയാൽ അത് ഹോം ഓഫീസ് ഓഡിറ്റിൽ ഗുരുതരമായ നിയമലംഘനമായി മാറും. ഇത്തരത്തിൽ അൺപെയ്ഡ് ലീവുകൾ എടുക്കുകയോ ജോലി സമയം കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ അത് സമയാസമയം തൊഴിലുടമ ഹോം ഓഫീസിനെ അറിയിച്ചിട്ടില്ലെങ്കിൽ ജീവനക്കാരന്റെ സ്കിൽഡ് വർക്കർ വിസ റദ്ദാക്കപ്പെടാനോ അല്ലെങ്കിൽ വിസ പുതുക്കൽ അപേക്ഷകൾ നിരസിക്കപ്പെടാനോ സാധ്യതയുണ്ട്. കൂടാതെ നിയമങ്ങൾ തെറ്റിക്കുന്ന സ്പോൺസർ ലൈസൻസ് ഉള്ള കമ്പനിയുടെ ലൈസൻസ് റദ്ദാക്കുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്യുമെന്നും ഹോം ഓഫീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്പോൺസർ ലൈസൻസ് റദ്ദാക്കപ്പെട്ടാൽ അവിടെ ജോലി ചെയ്യുന്ന മുഴുവൻ വിദേശ ജീവനക്കാരുടെയും വിസ അപകടത്തിലാകുമെന്ന കാര്യവും മറക്കരുത്. അതുകൊണ്ട് UKയിൽ സ്കിൽഡ് വർക്കർ വിസയിലുള്ള പ്രവാസി മലയാളികൾ താഴെ പറയുന്ന അടിയന്തര മുൻകരുതലുകൾ സ്വീകരിക്കുക. ഒന്നാമതായി, നിങ്ങളുടെ കയ്യിലുള്ള ഓരോ മാസത്തെയും പേ സ്ലിപ്പുകൾ ഗ്രോസ് സാലറി ഫോർമുല സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസറിലെ ശമ്പളവുമായി കൃത്യമായി ഒത്തുപോകുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. രണ്ടാമതായി, സാമ്പത്തിക വർഷത്തിൽ സാലറി സാക്രിഫൈഡ് സ്കീമുകളിലോ മറ്റ് ഡിഡക്ഷനുകളിലോ ഭാഗമാകുമ്പോൾ നിങ്ങളുടെ ടേക്ക് ഹോം ഗ്രോസ് പേ ഹോം ഓഫീസ് നിശ്ചയിച്ചിട്ടുള്ള മിനിമം സാലറി ത്രഷോൾഡിനേക്കാൾ അഥവാ ഗോയിങ് റേറ്റിനേക്കാൾ താഴെ പോകുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമതായി, ILR അഥവാ UK PR-നായി അപേക്ഷിക്കാൻ തയ്യാറെടുക്കുന്നവർ കഴിഞ്ഞ വർഷങ്ങളിലെ മുഴുവൻ പേ സ്ലിപ്പുകളും P60 ഫോമുകളും കൃത്യമായി ഡിജിറ്റലായി സൂക്ഷിച്ചു വെക്കുക. UK ഇമിഗ്രേഷൻ നിയമങ്ങളിലെ ഇത്തരത്തിലുള്ള തത്സമയ സങ്കീർണ മാറ്റങ്ങളും
സാമ്പത്തിക വിവരങ്ങളും ഒട്ടും വൈകാതെ മനസ്സിലാക്കാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.